താനെന്താ ഫോൺ എടുക്കാത്തത്? എടോ, താൻ എന്റെ കമ്പനിക്ക് എത്ര രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് അറിയാമോ? തനിക്ക് എന്താ പ്രശ്നം ഉണ്ടായിക്കോട്ടെ, ഐ ഡോണ്ട് കെയർ. ഇങ്ങനെ ഉത്തരവാദിത്വം ഇല്ലാത്ത ഒരുത്തനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. നാളെ വരുന്നുണ്ട് ഞാൻ നിന്റെ കമ്പനിയിലോട്ട്. നിന്റെ മുതലാളിമാർ അറിയട്ടെ നിന്റെ റെസ്പോൺസിബിലിറ്റി. താൻ ഒറ്റ ഒരുത്തൻ ഉണ്ടാക്കിയ പ്രശ്നമാണിത്. അയ്യോ. ഏത് ഫോണാ ഇത് അടിക്കുന്നേ? ആ എന്റെ പ്രകാശ, ആ ഫോണൊന്ന് ഓഫ് ചെയ്ത് വെക്ക്. എന്റെ പ്രകാശ് സാറേ, ആ ഫോണൊന്ന് എടുക്ക്. എന്തൊരു ഓളിയാ ഇത്? ആ മൈ വൈഫാ? പിണങ്ങിയിറങ്ങിയതാ? എൻ്റെ അമ്മോ, എന്തൊരു നോട്ടോ ഇത്. ഞാൻ പോണു. ആ ഓളിയൊന്ന് കുറച്ച് വെച്ചേക്കട്ടോ തടിക്കാരാ. ഇതെന്താ ഫോണിന്റെ ഹലോ, ചാകരേ? ആർട്ടോ കമ്പ്യൂട്ടേഴ്സ്. കാണാനില്ലെന്നോ? അവനെവിടെ പോകാനാ? വിഷമിക്കണ്ട, ഞാൻ സാറിനോട് പറയാം. എന്ത് പറ്റി? സാറിന്റെ മോനെ കാണാനില്ലെന്ന്. കാണാനില്ല? സാറിനോടൊന്നും പറയും. സാർ,
എന്തു പറ്റി? സാർ പ്രകാശ് സാറിന്റെ കുട്ടിയെ കാണാനെന്ന് ഫോൺ വന്നു. കാണാനില്ലെന്നോ? പ്രകാശ് സാറിന്റെ വൈഫ് ഇപ്പോൾ വിളിച്ചു. എന്താണ് കാര്യം? ഒന്നും മനസ്സിലാവുന്നില്ല. പ്രകാശ, ഒന്ന് വീട് വരെ ചെല്ലണം. എന്തുപറ്റി സാറേ? ഒന്നുമില്ല, വീട് വരെ ഒന്ന് ചെല്ലണം. എടാ, നിനക്കൊന്ന് എൻ്റെ കൂടെ വരാൻ പറ്റുമോ? എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. ഓക്കെ. എന്താ പ്രകാശ് സാറേ, എന്താ പ്രശ്നം? കാര്യം എന്താന്ന് പറഞ്ഞാലല്ലേ നമുക്ക് പരിഹാരം കാണാൻ പറ്റുള്ളൂ. നിങ്ങളൊന്നും മിണ്ടാതിരുന്നാൽ എന്താ ചെയ്യുക? ഞാൻ രാവിലെ മുതൽ ചോദിക്കുന്നതല്ലേ. ശ്ശേ. എന്താ എന്താ പ്രകാശേട്ടാ? ഒരു ഭ്രാന്ത് കളഞ്ഞു. എന്താ ചെയ്യണ്ടേ? മോളെ, അമ്മയുടെ ചായ റെഡിയാന്ന് വെച്ചേ. അമ്മ ചായ റെഡിയായോ? അമ്മ വരുന്നേ, ഇപ്പൊ ശരിയാക്കാം. മോള് വയ്ക്കും. ഇവന്റെ ഒരു കളി. മോളെ ചൂടാണേ. ദേ ചായ. ഡാ വന്ന് ചായ കുടിച്ചേ. പിന്നെ അച്ഛൻ ഇന്നലെ സ്വപ്നത്തിൽ വന്നായിരുന്നു. എനിക്കറിയാം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് പറ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് രാത്രി വരണ്ടാന്ന്, മനുഷ്യരെ മെനക്കെടുത്താൻ വേണ്ടി. ഡാ ഒന്ന് പോയി നോക്കിക്കേ. അല്ല, ഇപ്പൊ ആരായിരിക്കും? വേറെ ആരാ? നിങ്ങളുടെ പെങ്ങള്. ഇനി എനിക്ക് വേറെ ചായ ഉണ്ടാക്കണമല്ലോ. ഞാൻ തുറക്കാം. എന്തടാ? ആ, നീയായിരുന്നോ? വാ ചായ എടുക്ക്. ഇത് നമ്മുടെ അച്ഛന്റെ പഴയ വാച്ചല്ലേ? ഇത് പിന്നെയും കേടുവന്നാ? ഇപ്പൊ ശരിയായി. പിന്നെ നമ്മുടെ അച്ഛൻ ഇന്നലെ സ്വപ്നത്തിൽ വന്നായിരുന്നു. എന്നിട്ട് അച്ഛൻ എന്താ പറഞ്ഞേ? പിന്നെ അച്ഛനിങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുകയായിരുന്നു. പാവം നമ്മുടെ അച്ഛനല്ലേ, എന്ത് സ്നേഹമായിരുന്നു നമ്മളുടെ അടുത്ത്. എങ്ങുമില്ലാത്തൊരു ബന്ധങ്ങളാ ഇതൊക്കെ. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? എന്റെ തലവിധിയല്ലാതെ വേറെ എന്താ പറയാ? ഇതൊക്കെ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ. ഞാൻ സഹിക്കണം, എന്ത് ചെയ്യണം? എന്താടാ നീ ആലോചിക്കണേ? നമ്മുടെ ഫ്യൂച്ചറിനെ കുറിച്ച് ആലോചിക്കണായിരുന്നു. ഓ അതാണോ? നമ്മൾക്ക് ഒളിച്ചോടാ. ഇപ്പരോ? അല്ല, 10 വർഷം കഴിഞ്ഞിട്ട്. എന്നാ ഓക്കെ.
ഈ വാച്ചിന് ഇപ്പോഴും അച്ഛന്റെ മണം. ആ അച്ഛൻ മരിക്കോളം കിട്ടിയതല്ലേ. ഉം. ഇത് മണപ്പിക്കുമ്പോഴേ എനിക്ക് നല്ല ആത്മവിശ്വാസാ. നമ്മുടെ അച്ഛൻ എന്ത് സുന്ദരനായിരുന്നു അല്ലേ? പഴയ പ്രേംരാജല്ലായിരുന്നോ? എടി എടി ആ മൊബൈൽ നേരത്തെ ആ ഈശ്വര. ബോസ് കട്ടായ നിനക്കൊന്ന് സമയത്ത് എടുത്തോണ്ട് തന്നൂടെ? നിങ്ങൾ കുടുംബവാച്ചും തുടച്ചിരുന്നോ? സ്വന്തമായിട്ട് പോയി എടുത്തുകൂടായിരുന്നോ? അതിനൊരു അതല്ലടി. കൈയാൾ വേണോ? അതല്ലടി താഴത്ത് വീന്ന് പൊട്ടിയെന്ന് നോക്കിയതാ. ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഞാൻ തന്നെ അത് പൊട്ടിക്കും. അതിന് നിനക്കെന്താ കുഴപ്പം? എനിക്ക് ആകെ ഒരു സൺഡേ അല്ലേ റെസ്റ്റ് കിട്ടുന്നത്. 4 ആൾക്ക് വെച്ചുണ്ടാക്കാൻ മാത്രമേ ഉള്ളൂ. അതെ അതെ, ഞാനിവിടെ സൂയിക്കുവാണല്ലോ. യെസ് സാർ. ഹലോ പ്രകാശ, എനിക്കൊരു ഉപകാരം ചെയ്യണം. നാളെ ഡെലിവറി ചെയ്യാനുള്ള മെറ്റീരിയൽ കുറച്ച് കളക്ട് ചെയ്യണം. ശരി സാർ, കുഴപ്പമില്ല, ഞാൻ ചെയ്തോളാം. നമ്മളെ ഡ്രൈവർമാരെല്ലാം ബിസിയാണ്. സാർ ഡീറ്റെയിൽസ് ഒന്ന് പറയാമോ? ആ അവിടുത്തെ ഡീറ്റെയിൽസും ലൊക്കേഷനും എല്ലാം ഞാൻ വാട്സപ്പിൽ ഇട്ടേക്കാം. ആ വായിച്ചോളൂ. ഓക്കെ സാർ. എന്താ മാറിക്ക്? എന്തുവാടി, അമ്മ ഇന്നും കറിയൊന്നും ഉണ്ടാക്കിയില്ലേ? ഇവിടെ കറി ആവുന്നേ ഉള്ളൂ, കുറച്ച് സമയം എടുക്കും. കുറച്ച് വെയിറ്റ് ചെയ്യേണ്ടി വരും മോള്. എത്ര വേണമെങ്കിലും വെച്ചു. അമ്മ ഇന്ന് എന്താ കറി? ബീഫാടാ. ഞാൻ പോയി ബനാന ഫ്രൈ വാങ്ങിക്കൊണ്ട് വരട്ടെ. ഇപ്പോ ഈ ഉച്ചയ്ക്കോ? അതിന്റെ ആവശ്യമൊന്നുമില്ല. അമ്മ പ്ലീസ്, ബീഫും കൂട്ടി പഴമുറി കഴിക്കാൻ നല്ല രസമാണ്. അത് ശരി, എന്നാ പോയി വാങ്ങണ്ട, വിളിച്ചു പറയടാ. നമ്പർ എത്രയാ അമ്മേ? മോനെ ആ മെനു കാർഡിലുണ്ടടാ. അമ്മേ എത്ര എണ്ണം വാങ്ങിക്കേണ്ടി വരും? മോനെ ഒരു 10 എണ്ണം വാങ്ങടാ, നാത്തൂനും കൊടുക്കാലോ. ചെല്ല. വാ മെനു കാർഡ് നോക്കാം. കാണുന്നില്ലല്ലോ. അതല്ലേ? ആ അതെ, അത് തന്നെ. അയ്യോ എന്താ എന്തുവാ മോനെ? എങ്ങനെ ഈ വാച്ച് പൊട്ടിയത്? അതാ മെനു കാർഡ് എടുത്തപ്പോ. എന്റെ ഈശ്വരാ. എടി എങ്ങനെയാണ് ഇത് പൊട്ടിയത്? ആരാണ് ഇത് പൊട്ടിച്ചത്? നീ പറഞ്ഞതുപോലെ ചെയ്തു പറഞ്ഞല്ലേ? ചേട്ടാ ഞാനല്ല ചേട്ടാ, മോന്റെ കയ്യിൽ നിന്ന് അറിയാതെ വീണ് പൊട്ടിയതാ. ഇവനാ നീയാണോ ഇത് പൊട്ടിച്ചത്? ചേട്ടാ. വാച്ചല്ലേ, നമുക്ക് ശരിയാക്കാം. ഇതൊരു വാച്ചോ? ഇതൊരു വാച്ചല്ലടി, ഇതെന്റെ ജീവനാ. ഇതെന്റെ ജീവനാ. അച്ഛൻ എന്തേടി? ഉള്ള ആക്ഷൻ എല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ട്. നീ വാ.
സോറി അച്ഛാ, അറിയാണ്ട് പറ്റിയതാ. പോടാ, അറിയാതെ പറ്റിയാണെന്ന് എന്റെ കൺമുന്നിൽ കണ്ടുവരുത്. അവന്റെ ഒരു സോറി. പോടാ. പ്രകാശേട്ടാ, എന്താ ഈ കാണിക്കുന്നേ? എന്തെങ്കിലും കഴിച്ചിട്ട് പോവോ? പിള്ളേർ സ്കൂളിൽ പോലും പോയിട്ടില്ല. എന്തെങ്കിലും കഴിച്ചിട്ട് പോ പ്രകാശേട്ടാ, പിള്ളേർ വിഷമിക്കും. പ്രകാശേട്ടാ, പ്രകാശേട്ടാ. അമ്മേ, ചേട്ടനെ കാണുന്നില്ല അമ്മേ. ചേട്ടനെ കാണുന്നില്ലെന്നോ? അവൻ അവിടെ എവിടെയെങ്കിലും കാണും. ഞങ്ങൾ എല്ലായിടത്തും നോക്കി, സൈക്കിളും കാണുന്നില്ല. സൈക്കിളും കാണുന്നില്ലെന്നോ? നിങ്ങൾ എന്താ പറയുന്ന മക്കളെ? നമ്മൾ എല്ലായിടത്തും നോക്കി അമ്മ. മോനെ, എന്റെ കുഞ്ഞിനെ സൈക്കിൾ ചവിട്ടറിയില്ല. ടീച്ചർ അവൻ എവിടെ പോകാനാ? ഇവിടെ എവിടെയെങ്കിലും കാണും, നമുക്ക് അന്വേഷിക്കാം, വിഷമിക്കണ്ട. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഹലോ. ഹലോ സാർ, എൻ്റെ പേര് അഫ്സൽ എന്നാ. പറ അഫ്സലേ. എൻ്റെ സുഹൃത്തിൻ്റെ മകനെ മിസ്സായിട്ടുണ്ട്. ആണോ? എത്ര നേരമായി കാണാതായിട്ട്? ഒരു 4-5 മണിക്കൂറായി കാണും സാറേ. എത്ര വയസ്സുള്ള കുട്ടിയാ? ഒരു 10-12 വയസ്സുണ്ടാവും. ആണോ? എത്രയും പെട്ടെന്ന് നിങ്ങൾ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കാം. കൂടാതെ ആ കുട്ടിയുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അതെൻ്റെ ഓഫീസ് വാട്സാപ്പ് നമ്പറിലേക്കൊന്ന് ഫോർവേഡ് ചെയ്ത് തരാം. ഓക്കെ സാർ. ടെൻഷൻ അടിക്കണ്ട കേട്ടോ, നമുക്ക് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കാം. ഓക്കെ, ബൈ. ഓക്കെ. എടാ, എനിക്കെൻ്റെ മോനെ ഒന്ന് കാണണം. ഞാനിന്ന് മോനെ ഒന്ന് അടിച്ചിട്ടാ വന്നത്. ഞാനൊന്ന് പോട്ടെ വീട്ടിലേക്ക്. ആയിക്കോട്ടെ. എൻ്റെ അളിയാ, ഇങ്ങനെ ഇരുന്നാൽ മതിയോ? നമുക്ക് എവിടെയും പോയി ഒന്ന് അന്വേഷിക്കണ്ടേ? അവൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലൊക്കെ പോയി അന്വേഷിച്ചായിരുന്നു. പിന്നെ അന്വേഷിക്കാൻ ഒരു സ്ഥലവും ബാക്കിയില്ല.
അതെങ്ങനാ? വീട്ടിലുള്ളവർ ശ്രദ്ധിക്കണ്ടേ? എന്റെ പൊന്നു എവിടെ പോയടോ? നിങ്ങൾ വരുന്നുണ്ട് വാ. ഇനി എവിടെ പോയി അന്വേഷിക്കാനാ? സാധാരണ കുട്ടികൾ എവിടേക്ക് പോകാറ്? പാർക്കിലോ മാളിലോ അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ. ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് ഒരു 10 വയസ്സുള്ള കുട്ടിയുടെ മിസ്സിംഗ് വരുന്നുള്ള കാര്യം സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ പാസ് ചെയ്യാനാണ്. ഇന്ന് രാവിലെ മുതൽ ഒരു 10 വയസ്സുള്ള കുട്ടിയെ കാണാതായിരിക്കുകയാണ്. അവരെ കാണാവുന്ന സമയത്ത് എന്തെങ്കിലും വിവരം കിട്ടുന്നു. കൃത്യമായ ഡോക്യുമെന്റ്സ് ഒന്നും റെഡിയാക്കിയില്ലേ? വരൂ വരൂ. എന്താ എന്താ നിങ്ങളുടെ പ്രശ്നം? എന്തു പറ്റി? എന്താ നിങ്ങൾ പ്രയാസപ്പെടുന്നേ? സർ, ഞങ്ങളെ മോനും കുറെ നേരമായിട്ട് കാണുന്നില്ല. എത്ര സമയത്ത് അവനെ കാണുന്നില്ല? 2 മണിക്കൂറായി. ഓ, എത്ര വയസ്സുള്ള കുട്ടിയാ? 10 വയസ്സുള്ള കുട്ടി. ഓ, സർ, എന്റെ കുഞ്ഞ് ഇന്നലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. വിശന്നിട്ടെവിടെയെങ്കിലും വീണിട്ടുണ്ടോ എന്ന് പോലും അറിയില്ല. നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പോയിട്ടോ. കേട്ടോ കേട്ടോ, നിങ്ങൾ ധൈര്യമായിട്ട് വീട്ടിൽ പൊയ്ക്കോളൂ. കേട്ടോ, ഞാനുള്ള വഴി ഉണ്ടാക്കാം. പൊയ്ക്കോളൂ, ധൈര്യമായിട്ട് പോകണം. ധൈര്യമായിട്ട് പൊയ്ക്കോളൂ പൊയ്ക്കോളൂ. കേട്ടോ, ഞാൻ നോക്കിക്കോളാം. താങ്ക്സ്. എന്താ, ഇഷ്ടായോ? സൈസ് ഓക്കെ അല്ലേ? പേടിക്കണ്ട കേട്ടോ. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒളിച്ചോടുകയല്ല വേണ്ടത്, ധൈര്യമായിട്ട് നേരിടണം. എന്തിനാ ഒളിച്ചോടിയത്? അങ്കിളിനോട് പറയൂ. എന്റെ കുട്ടി എവിടെയാണാവോ പോയ? എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല ഏട്ടാ. അവനെ ശ്രദ്ധിക്കാണ്ടല്ലോ അവൻ പോയത്. ഈ വാച്ചിന്റെ പേരും പറഞ്ഞല്ലേ നിങ്ങൾ എന്റെ കുഞ്ഞിനെ നോവിച്ചത്? അവനൊരു തുള്ളി വെള്ളം കുടിക്കാതാണ് ഇവിടുന്ന് ഇറങ്ങിപ്പോയത്. എന്റെ കുഞ്ഞിനെ തിരിച്ചു കൊണ്ടുപോവാ. നിങ്ങൾ എന്തിനാണ് എന്റെ ഏട്ടനെ തള്ളുന്നത്? ഈ വാച്ചിന്റെ പേര് എന്താന്ന് എനിക്കറിയാമോ? ഞങ്ങളുടെ അച്ഛന്റെ ഓർമ്മകളാണത്. നിങ്ങളല്ലേ ആ വാച്ച് പൊട്ടിച്ചത്? എന്നിട്ട് ആ കുട്ടിയുടെ പേര് അതടി ഞാനാണടി ആ വാച്ച് എറിഞ്ഞു പൊട്ടിച്ചത്. നീ കുറെ നാളായില്ലേ ഈ വാച്ചിന്റെ പേരും പറഞ്ഞ് ചേട്ടനെ എന്നെയും പറ്റിക്കാൻ തുടങ്ങിയിട്ട്. അളിയാ, അവർ പറഞ്ഞാലും കാര്യമില്ലേ? നിങ്ങൾ ഇത്രയും കാലം എന്റെ ഭാര്യ പറ്റിക്കായിരുന്നില്ലേ? നമുക്ക് പോയി അന്വേഷിക്കാം പുറത്ത് പോയിട്ട്. നീ എവിടെ പോയി അന്വേഷിക്കാനാ? നമ്മളെല്ലായിടത്തും അന്വേഷിച്ചില്ലേ? എനിക്ക് പറ്റുന്നില്ലടാ. ജീവിതം ഇങ്ങനെയാണ് മോനെ, പ്രയാസങ്ങൾ കൂടി നിറഞ്ഞതായിരിക്കും. എപ്പോഴും സന്തോഷവാനായിരിക്കണം, നല്ലതുപോലെ പഠിക്കണം, എല്ലാവരെയും സഹായിക്കണം, എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണം. കേട്ടോ?
ദേ അവൻ. ഡാ മോനെ, മോനെ, എവിടെയായിരുന്നു നടന്നു? ഡാ പ്രകാശ, ദേ നിന്റെ മകൻ. എന്റെ കുഞ്ഞു മോനെ മോനെ, എന്താ പറ്റിയ? എവിടെങ്കിലും വീണോടാ? എവിടെയായിരുന്നു? എന്നെ വിഷമിപ്പിച്ചല്ലോടാ. വിശേഷങ്ങളൊക്കെ പിന്നെ പറയാം. അവനിപ്പോ ഫുഡ് കൊടുക്കും. അതെ, എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കാം. അച്ഛാ, അങ്കിള് പറഞ്ഞത് മരിച്ചവരെ കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് വേണ്ടത്. അവരെ സ്നേഹിക്കുക, അല്ലാതെ അവര് വാച്ചിലോ മറ്റൊന്നിലോ അല്ലേ ഉള്ളത്. നമ്മളുടെ മനസ്സിലാണ് ഉണ്ടാവേണ്ടത്. ഇതേതെങ്കിലാ മോനെ എൻ്റെ അടുത്ത് പറഞ്ഞത്? എനിക്കറിയൂല അച്ഛാ, പക്ഷെ ആ അങ്കിളിന് അച്ഛനെ അപ്പൂപ്പനെ അറിയാം. മോൻ്റെ അങ്കിൾ ഒരു ജിന്നാണോ? അതെ, ഒരു ഒന്നൊന്നര ജിന്ന്. എടോ, താൻ എന്റെ കമ്പനിക്ക് എത്ര രൂപയുടെ നഷ്ടം വരുത്തിയെന്ന് അറിയാമോ? സാർ, അത് എനിക്കൊരു ചെറിയ ഫാമിലി ഇഷ്യൂ ഉണ്ടായിരുന്നു. ഹലോ 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 സാർ, ഹലോ ഹലോ. വലിയ ലോകം. ഇവിടെ നമ്മളെല്ലാം ചെറിയ മനുഷ്യർ. നമുക്കെല്ലാം പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങൾ നേരിടാത്ത ജീവിതങ്ങളില്ല. മറ്റൊരാളുടെ പ്രശ്നങ്ങൾ നമ്മുടെ കണ്ണിൽ വെറും പ്രശ്നങ്ങൾ മാത്രമാകുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ പടരുമ്പോഴാണ് കെടാത്ത അഗ്നിയായി മാറുന്നത്. അതൊരു തീവ്ര വികാരമായി നമ്മെ വേട്ടയാടുന്നത്. ഇവിടെ മനുഷ്യനും അവൻ്റെ പ്രശ്നങ്ങളും യാത്ര തുടരുകയാണ്, ചിതറാത്ത സമയം പോലെ.